കേരള കലാമണ്ഡലത്തിലെ താൽക്കാലിക ജീവനക്കാരുടെ കൂട്ട പിരിച്ചുവിടലിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പിരിച്ചുവിടലിനെതിരെ സർക്കാരിനെ സമീപിക്കാനൊരുങ്ങി ജീവനക്കാരുടെ സംഘടനകൾ. വരന്തരപ്പള്ളി പൗണ്ടിൽ കീറിയ 50 രൂപ നോട്ട് മാറ്റി നൽകണമെന്ന് പറഞ്ഞ വൈരാഗ്യത്തിൽ ബേക്കറി അടിച്ചു തകർത്തു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. അളകപ്പ നഗരപഞ്ചായത്തിലെ കീനൂർ പാടശേഖരത്തിൽ കാട്ടുപന്നികളുടെ ശല്യം മൂലം കർഷകർ ദുരിതത്തിൽ. 45 ദിവസം പ്രായമായ നെൽച്ചെടികൾ കാട്ടുപന്നികൾ നശിപ്പിച്ചു. വിശ്വാസത്തിന്റെ ഉജ്ജ്വല പ്രഖ്യാപനവുമായി കൊടുങ്ങല്ലൂർ മാർത്തോമ തീർത്ഥാടന പദയാത്രയിൽ ആയിരങ്ങൾ അണിചേർന്നു. മാർത്തോമ ശ്ലീഹയുടെ ഭാരത പ്രവേശനത്തിന്റെ വാർഷികത്തിന്റെയും യുവജന വർഷാചരണത്തിന്റെയും ഭാഗമായിട്ടായിരുന്നു പദയാത്ര. നന്ദിക്കാട് മേഖലയിലെ കോൾ കർഷകർക്ക് വിതരണം ചെയ്യുവാനുള്ള വളം ആവശ്യത്തിന് സ്റ്റോക്ക് എത്തിയില്ലെന്ന ആക്ഷേപം. യഥാസമയം വളം ലഭിക്കാത്തതിനാൽ വലഞ്ഞ് കർഷകർ. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. കേരള കലാമണ്ഡലത്തിലെ താൽക്കാലിക ജീവനക്കാരുടെ കൂട്ട പിരിച്ചുവിടലിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സർക്കാരിനെ സമീപിക്കാനൊരുങ്ങി ജീവനക്കാരുടെ സംഘടനകൾ. ജീവനക്കാർക്കിടയിൽ വലിയ ആശങ്കയാണ് ഇതുമൂലം ഉണ്ടായിരിക്കുന്നത്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല നോൺ പ്ലാൻ ഫണ്ടിന്റെ ലഭ്യത കുറവ് മൂലമാണ് താൽക്കാലിക ജീവനക്കാരുടെ സേവനം അവസാനിപ്പിക്കുന്നതെന്നാണ് രജിസ്ട്രാറുടെ ഉത്തരവിൽ അറിയിച്ചത്. ഇന്നു മുതൽ ഉത്തരവ് പ്രാബല്യത്തിലായി. 69 അധ്യാപകരടക്കം 125 താൽക്കാലിക ജീവനക്കാരെയാണ് കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടത്. അധ്യാപകരെ പിരിച്ചുവിട്ടതോടെ തിങ്കളാഴ്ച മുതൽ കലാമണ്ഡലത്തിലെ അധ്യയനം മുടങ്ങുന്ന സാഹചര്യമാണ്. താൽക്കാലിക ജീവനക്കാരിൽ പലരും 10 വർഷത്തിലധികമായി ജോലി ചെയ്യുന്നവരാണ്. സ്ഥിര നിയമനം നടക്കാത്ത സാഹചര്യത്തിലാണ് വിവിധ വകുപ്പുകളിൽ അധ്യാപകരുൾപ്പെടെ താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചത്. വനന്തരപ്പള്ളി പൗണ്ടിൽ കീറിയൊട്ടിച്ച 50 രൂപ നോട്ട് മാറ്റി നൽകണമെന്ന് പറഞ്ഞ വൈരാഗ്യത്തിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയ ബേക്കറി അടിച്ചു തകർത്തതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പൗണ്ട് സെന്ററിൽ പ്രവർത്തിക്കുന്ന ശങ്കര സ്നാക്സ് എന്ന കടയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം നടന്നത്. 70 രൂപയുടെ സാധനങ്ങളാണ് ഇയാൾ വാങ്ങിയത്. ഇതിനായി നൽകിയ നോട്ടുകളിൽ ഉണ്ടായിരുന്ന 50 രൂപ നോട്ട് കീറിയൊട്ടിച്ച നിലയിലായിരുന്നു. ഈ രൂപ എടുക്കില്ലെന്ന് മാറ്റി നൽകണമെന്നും കടയുടമ പറഞ്ഞതോടെ അല്പസമയം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് വാങ്ങിയ സാധനങ്ങൾ എടുക്കാതെ ഇയാൾ മടങ്ങുകയായിരുന്നു. പിന്നീട് 2 മണിക്കൂറിന് ശേഷം മദ്യലഹരിയിലെത്തിയ ഇയാൾ കടയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ചില്ലലമാരകൾ അടിച്ചു തകർക്കുകയും സാധനങ്ങൾ വലിച്ചെറിയുകയും ചെയ്തു. കടയിലെ ജീവനക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ വരന്തരപ്പള്ളി പോലീസ് ഇയാളെ പിടികൂടിയെങ്കിലും വിട്ടയച്ചു. ഏകദേശം 4 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി പറയുന്നു. കടയുടമ മണ്ണുത്തി സ്വദേശി വേങ്ങത്താനത്തിൽ വിനോദ് പോലീസിൽ പരാതി നൽകി. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ അയ്യപ്പ വിശ്രമ കേന്ദ്രത്തിൽ അക്രമം. 2 പേർക്ക് പരിക്കേറ്റു. ശബരിമല തീർത്ഥാടകർക്കായി ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്ര മൈതാനിയിൽ നഗരസഭ ഒരുക്കിയ അയ്യപ്പ വിശ്രമ കേന്ദ്രത്തിൽ ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. അയ്യപ്പ വിശ്രമ കേന്ദ്രത്തിൽ സേവനം ചെയ്യുന്ന കൊടുങ്ങല്ലൂർ സ്വദേശി മധു, എടവലങ്ങ് സ്വദേശി ഗോപി എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് മേത്തല സ്വദേശി ശ്യാമിനെ കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അളകപ്പ നഗർ പഞ്ചായത്തിലെ കീനൂർ പാടശേഖരത്തിൽ കാട്ടുപന്നികളുടെ ശല്യം മൂലം കർഷകർ ദുരിതത്തിൽ. നടിയിൽ കഴിഞ്ഞ് 45 ദിവസം പിന്നിട്ട പാടത്ത് കാട്ടുപന്നികൾ കൂട്ടത്തോടെ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ജോഷി കൊമ്പൻ, അജിത് കുമാർ, TM രമണൻ, CM അശോകൻ, മേഴ്സി മാത്യു എന്നിവരുടെ നെൽകൃഷിയാണ് കാട്ടുപന്നി നശിപ്പിച്ചത്. ഇവിടെ 4 കൊല്ലമായിട്ട് പന്നി ശല്യം ഭയങ്കര രൂക്ഷമായിട്ടുകൊണ്ടിരിക്കുക. എല്ലാ തവണയും കൊണ്ട് ഏറെക്കുറെയൊക്കെ കണ്ടു വെച്ചാൽ എല്ലാവരെയൊക്കെ കൊണ്ട് കണ്ടിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഇതുവരെ ഒരു നടപടിയും സൂട്ടർമാരെ അനുഭവിച്ചു എന്ന് പറയുന്നത്. അവർ ഞങ്ങളെ കാവലിരുന്നാലേ അവർ വരുള്ളൂ. അത് ഞങ്ങളിരിക്കുന്ന പന്നി വരില്ല. വയലുകളിലെ നെൽച്ചെടികളും വയലുകളുടെ വരമ്പുകളും കാട്ടുപന്നികൾ കുത്തിമറിച്ച് നശിപ്പിച്ച നിലയിലാണ്. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ കൃഷിയിറക്കിയ സമയത്ത് കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നതായി കർഷകർ പറഞ്ഞു. പാട്ടത്തിനടുത്ത സ്ഥലത്ത് ലോൺ എടുത്തും കടം വാങ്ങിയുമൊക്കെയാണ് പല കർഷകരും കൃഷി ഇറക്കുന്നത്. കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നതോടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നതെന്നും കർഷകർ പറയുന്നു. കാരണം എന്നും കാവലിരുന്നിട്ടും ഷൂട്ടർമാർ കൊണ്ടിരുന്നിട്ടും നടക്കുന്ന കാര്യമല്ല. അല്ലെങ്കിൽ അതിന് വേറെ ഏതെങ്കിലും മാർഗങ്ങൾ, ഏതെങ്കിലും ഫെൻസിങ് സംവിധാനമോ അങ്ങനെയൊക്കെ നമുക്ക് പാടത്തേക്ക് പന്നി ഇറങ്ങാതിരിക്കാനുള്ള ഒരു സംവിധാനം ഗവൺമെന്റ് തലത്തിൽ കൊണ്ടുവരണമെന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. വലിയ പ്രതീക്ഷകളുമായി കൃഷിയിറക്കിയ കർഷകർ വിളവെടുപ്പ് കഴിയുന്നതുവരെ ആശങ്കയോടെയാണ് കഴിയുന്നത്. കാട്ടുപന്നി ശല്യത്തിനെതിരെ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യത്തിലാണ് കർഷകർ. TCV പുതുക്കാട്. വിശ്വാസത്തിന്റെ ഉജ്ജ്വല പ്രഖ്യാപനവുമായി കൊടുങ്ങല്ലൂർ
സെന്റ് തോമസ് ദേവാലയത്തിലെ സാന്തോം നഗറിലേക്ക് നടന്ന മാർത്തോമ തീർത്ഥാടന പദയാത്രയിൽ ആയിരങ്ങൾ അണിചേർന്നു. ഭാരത അപ്പസ്തോലനായ മാർ തോമസ് ലീഹയുടെ ഭാരത പ്രവേശനത്തിന്റെ വാർഷികത്തിന്റെയും യുവജന വർഷാചരണത്തിന്റെയും ഭാഗമായിട്ടായിരുന്നു പദയാത്ര. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ, മാള ഫൊറൂന, പുത്തഞ്ചിറ ഫൊറൂന എന്നിവിടങ്ങളിൽ നിന്ന് ആരംഭിച്ച പദയാത്രയിൽ രൂപതയിലെ 141 ഇടവകകളിൽ നിന്നുള്ള വിശ്വാസികളും വൈദികരും സന്യസ്തരും വൈദിക വിദ്യാർത്ഥികളും പങ്കെടുത്തു. കത്തീഡ്രലിൽ നിന്നുള്ള പദയാത്രയിൽ മാർ പുളി കണ്ണുകടൻ നേതൃത്വം നൽകി. തീർത്ഥാടന നഗറിലെ കൽവിളക്കിൽ ബിഷപ്പ് മാർ പുളി കണ്ണൂക്കടൻ, കൊടുങ്ങല്ലൂർ ക്ഷേത്രം മുഖ്യശാന്തി സത്യധർമ്മ അടികൾ എന്നിവർ ചേർന്ന് തിരിതെളിയിച്ചു. തുടർന്ന് നടന്ന ദിവ്യബലിക്ക് മാർ പുളി കണ്ണൂക്കടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജോസ് മളിയേക്കൽ, ആൽബിൻ ജോയ്, അലക്സ് ഫ്രാൻസിസ്, അലൂഷ്യസ് CP, ആൽവിൻ ആന്റോ തുടങ്ങിയവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. അനുഗ്രഹപ്രദമാകുന്നതിന് പറയുന്നു. ഒരു കുടുംബത്തിന്റെ മാതൃകയിൽ ഒന്നിപ്പിക്കണമേ, നിലനിർത്തണം. അന്തിക്കാട് മേഖലയിലെ കോൾ കർഷകർക്ക് വിതരണം ചെയ്യാൻ വളം സ്റ്റോക്ക് എത്താത്തതിനാൽ വലഞ്ഞ കർഷകർ. അന്തിക്കാട് 818 നമ്പർ സഹകരണ സംഘം മുഖേനയാണ് മേഖലയിലെ കർഷകർക്ക് വളം വിതരണം ചെയ്യുന്നത്. എന്നാൽ യൂറിയ, ഫാക്ടംഫോസ് തുടങ്ങിയ വളങ്ങൾ ആവശ്യത്തിന് സ്റ്റോക്ക് എത്താത്തതിനാൽ പാടശേഖരങ്ങളിലെ ആവശ്യത്തിന് തികയാത്ത സ്ഥിതിയാണ്. യഥാസമയം വളം ലഭിക്കാത്തതിനാൽ നെല്ലുൽപാദനത്തിൽ വലിയ കുറവും കനത്ത സാമ്പത്തിക നഷ്ടവും പതിവാകുന്നതായി കർഷകർ പറഞ്ഞു. അന്തിക്കാട്, മണലൂർ, അരിമ്പൂർ പ്രദേശങ്ങളിലുള്ള കർഷകർ ആശ്രയിക്കുന്ന 816 നമ്പർ സഹകരണ സംഘത്തിന്റെ പരിധിയിലുള്ള കർഷകർക്ക് ആവശ്യത്തിന് വളം ലഭ്യമാക്കുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. നമ്മളെ സംബന്ധിച്ച് ഈ മേഖലയിൽ ഏകദേശം 1700 ഏക്കറോളം നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. അന്തിക്കാട് പാടശേഖര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കൃഷിയിടങ്ങളിലൊക്കെ ഇപ്പോൾ നടിയിൽ ഏകദേശം പൂർത്തീകരിച്ച രീതിയിലാണ്. എന്നാൽ വളപ്രയോഗത്തിനുള്ള കൃത്യമായിട്ടുള്ള വളം FACT, ഫാക്ടംഫോസ് ആണ് കർഷകർ ഉപയോഗിക്കുന്നത്. അത് കൃത്യമായി കിട്ടാതിരിക്കുക. അതുപോലെ തന്നെ യൂറിയ വലിയ ക്ഷാമമാണ് നേരിടുന്നത്. ഈ മേഖലയിലെ കൃഷിക്കാർക്ക് വേണ്ടിയുള്ള വളം സപ്ലൈ ചെയ്യുന്നത് നമ്മൾ അന്തിക്കാട് 812 സർവീസ് സഹകരണ സംഘമാണ്. നമുക്ക് മുകളിൽ നിന്നും വളം കൃത്യസമയത്ത് ലഭിക്കാത്ത വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. എന്തായാലും ആ രംഗത്ത് കൃത്യമായി ഇടപെട്ടുകൊണ്ട് നമ്മളിപ്പോൾ ഇന്നലെ വന്ന വളം ഏരൂരിൽ നിന്നും നേരിട്ടാണ് ഫാക്ടറിയിൽ നമ്മളിവിടെ എത്തിച്ചത്. അതുപോലെ തന്നെ മറ്റ് യൂറിയും പൊട്ടാഷും ഇതര വളങ്ങളൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ട് സഹിച്ച് സംഘത്തിൻ്റെ നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കർഷകർക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ലോഡ് പാവറട്ടിയിൽ കോൺഗ്രസിലെ ഗ്രൂപ്പിസത്തെ തുടർന്ന് സമാന്തര പഞ്ചായത്ത് തല കമ്മിറ്റി രൂപീകരിച്ചു. കോൺഗ്രസ് I വിഭാഗം പ്രവർത്തക കൺവെൻഷനിലാണ് പഞ്ചായത്ത് തല കമ്മിറ്റി രൂപീകരിച്ചത്. കോൺഗ്രസ് പഞ്ചായത്ത് തല കമ്മിറ്റി പ്രസിഡന്റായി KC അബ്ദുള്ളയെയും പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. പാവറട്ടിയിൽ 2 തട്ടിലായി പ്രവർത്തിക്കുന്ന കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രവർത്തകരാണ് കൺവെൻഷൻ ചേർന്ന് പുതിയ കമ്മിറ്റി രൂപീകരിച്ചത്. പാവറട്ടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സലാം വെൺമേനാട് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. KC അബ്ദുള്ള യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കമാലുദ്ദീൻ തോപ്പിൽ, ഉമ്മർ സലീം, AC വർഗീസ്, CP ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. UDFലെ മറ്റ് ഘടകകക്ഷികളുമായി ചേർന്ന് പാവറട്ടി പഞ്ചായത്ത് ഭരണസമിതിയുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഡിസംബർ 5-ാം തീയതി പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ഉപവാസ സമരവും സംഘടിപ്പിക്കുമെന്നും കോൺഗ്രസ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഇനിയും ജനങ്ങളോടൊപ്പം നിൽക്കുമെന്നുള്ളത് ബോധ്യപ്പെടുത്തണം. ജനങ്ങളോടൊപ്പം നിന്ന് പഴഞ്ഞിയിൽ വീട്ടിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയയാളെ കുന്നംകുളം എക്സൈസ് സംഘം പിടികൂടി. അയ്യൂർ സ്വദേശി പ്രവീണിനെയാണ് കുന്നംകുളം എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഇയാളുടെ പക്കൽ നിന്ന് 21 ലിറ്റർ മദ്യം പിടികൂടി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ മോഹൻദാസ്, ശിവശങ്കരൻ, സിവിൽ എക്സൈസ് ഓഫീസർ തുടങ്ങിയവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. വടക്കാഞ്ചേരി മാരാത്തുകുന്നത്ത് കഴുത്തിൽ കുരുക്കിട്ട് കിണറ്റിൽ ചാടി വയോധികൻ മരിച്ചു. മാരാത്തുകുന്ന് ഉന്നതിയിലെ തൊട്ടേക്കാട് വീട്ടിൽ 73 വയസ്സുള്ള ചന്ദ്രനാണ് മരിച്ചത്. ഭാര്യ മരിച്ചതിനെ തുടർന്ന് ഒറ്റയ്ക്കായിരുന്നു താമസം. വടക്കാഞ്ചേരി ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു.
CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം കുന്നംകുളത്ത് നടന്നു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ ജനങ്ങൾ നല്ലതുപോലെ ചർച്ച ചെയ്യണമെന്നും ജനാധിപത്യ മതേതരത്വ സങ്കല്പങ്ങളും തുല്യതാ സങ്കല്പങ്ങളും തകർക്കപ്പെടുന്നുവെന്നും MP പറഞ്ഞു. ഫെബ്രുവരി 9, 10, 11 തീയതികളിലാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. 1001 അംഗ സംഘാടക സമിതിയും 251 നിർവാഹക സമിതിയും രൂപീകരിച്ചു. രക്ഷാധികാരിയായി കലാമണ്ഡലം ഗോപി ആശാനെ തെരഞ്ഞെടുത്തു. ചെയർമാൻ AC മൊയ്തീൻ MLA, കൺവീനർ TK വാസു, ട്രഷറർ MN സത്യൻ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയും രൂപീകരിച്ചു. കുന്നംകുളം തുറക്കുളം റോഡിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമാണെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുത്തിക്കാട് പ്രവർത്തിച്ചിരുന്ന അനധികൃത ഭക്ഷണ വിൽപ്പന കേന്ദ്രം നഗരസഭാ അധികൃതർ പൊളിച്ചു നീക്കി. സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ A. രഞ്ജിത്ത്, കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ ബിജു, നഗരസഭാ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ S. രശ്മി, PP വിഷ്ണു, ശുചീകരണ വിഭാഗം ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി. കാപ്പ ഉത്തരവ് ലംഘിച്ച കയ്പമംഗലം സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. എടത്തിരുത്തി മുനയം സ്വദേശി കോഴിപ്പറമ്പിൽ വീട്ടിൽ പ്രണവിനെയാണ് അറസ്റ്റ് ചെയ്തത്. 6 മാസത്തേക്ക് തൃശൂർ ജില്ലയിൽ നിന്നും നാടുകടത്തിയിരുന്നു. ഉത്തരവ് ലംഘിച്ച പ്രതി തൃശൂരിൽ നിന്നും ഓട്ടോ വിളിച്ച് കാട്ടൂരിൽ എത്തിയതിനു ശേഷം ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച കേസിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. CPM തിരുവത്ര ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സോഫിയ മെഹർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MR രാധാകൃഷ്ണൻ, ഷൈനി ഷാജി, KK മുബാറക്, CPM തിരുവത്ര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KH സലാം തുടങ്ങിയവർ സംസാരിച്ചു. പ്രകടനത്തിന് CPM തിരുവത്ര ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PP രണദവെ, പ്രിയ മനോഹരൻ, TM ദിലീപ്, KR ആനന്ദൻ എന്നിവർ നേതൃത്വം നൽകി. പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെ SIയെ കൊടകരയിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടകര ശക്തിനഗറിൽ താമസിക്കുന്ന 53 വയസ്സുള്ള ജിനുമോൻ തച്ചേത്താണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ വീട്ടുകാർ വിളിച്ചുണർത്തുവാനെത്തിയപ്പോൾ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കരൾ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലായിരുന്നു. മികച്ച സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിച്ചിട്ടുണ്ട്. പുതുക്കാട് സ്റ്റേഷനിൽ 2 വർഷമായി ഗ്രേഡ് SI ആയിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. പുതുക്കാട് സ്റ്റേഷനിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. സഹപ്രവർത്തകർ ഗാർഡ് ഓഫ് ഓണർ നൽകി. നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. ഹൈക്കോടതി ഉത്തരവിന്റെ സാഹചര്യത്തിൽ ആനകൾ തമ്മിൽ 3 മീറ്റർ ദൂരപരിധി പാലിച്ച് വേലുപ്പാടം ഭഗവതി ക്ഷേത്രത്തിൽ പൂരം എഴുന്നള്ളിപ്പ് നടത്തി. വനംവകുപ്പ് അധികൃതരുടെ സാന്നിധ്യത്തിലായിരുന്നു ആനകളെ എഴുന്നള്ളിച്ചത്. സാധാരണ ഭഗവതിക്ക് അഭിമുഖമായി നടത്തുന്ന എഴുന്നള്ളിപ്പ് അധികൃതരുടെ നിർദ്ദേശാനുസരണം എതിർവശത്തേക്ക് തിരിഞ്ഞായിരുന്നു തിടമ്പ് എഴുന്നള്ളിപ്പ് നടന്നത്. 3 ഗജവീരന്മാർ എഴുന്നള്ളിപ്പിൽ അണിനിരന്നു. കൊടകര പേരാമ്പ്രയിൽ കനാലിന്റെ റോഡിനോട് ചേർന്ന് കരിങ്കൽ കെട്ട് ഇടിഞ്ഞത് അപകട ഭീഷണിയാവുന്നു. കരിങ്കൽ കെട്ട് ഇടിഞ്ഞിട്ട് 1 വർഷത്തോളമായെങ്കിലും പുനർനിർമ്മിക്കുവാനുള്ള നടപടി ഉണ്ടായിട്ടില്ല. പേരാമ്പ്ര ചെറുകുന്ന് റോഡിലുള്ള ബ്രാഞ്ച് കനാലിന്റെ കരിങ്കൽ കെട്ടാണ് മാസങ്ങൾക്ക് മുൻപ് തകർന്നത്. കനാലിന് മുകളിൽ കൂടി റോഡ് കടന്നുപോകുന്നതിനാൽ ഇവിടെ നിർമ്മിച്ചിട്ടുള്ള ഭൂഗർഭ ടണലിലൂടെയാണ് കനാൽ വെള്ളം റോഡിനപ്പുറത്തെത്തിക്കുന്നത്. ഇതിനായി റോഡിന്റെ ഇരുവശത്തും 6 അടിയോളം താഴ്ചയിൽ കുഴികൾ നിർമ്മിച്ചിട്ടുണ്ട്. കുഴികളിലേക്ക് യാത്രക്കാർ വീഴാതിരിക്കാനായി നിർമ്മിച്ചിട്ടുള്ള സുരക്ഷാ ഭിത്തിയുടെ കരിങ്കൽ കെട്ടാണ് മാസങ്ങളായി തകർന്നു കിടക്കുന്നത്. സ്കൂൾ ബസ്സുകളടക്കമുള്ള വാഹനങ്ങളും കാൽനടക്കാരും കടന്നുപോകുന്ന റോഡരികിലെ കരിങ്കൽ ഭിത്തി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയെങ്കിലും ഫണ്ടില്ലെന്നു പറഞ്ഞ് ഇറിഗേഷൻ അധികൃതർ കൈമലർത്തുകയാണെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ പുഷ്പാകരൻ തോട്ടുംപുറം പറഞ്ഞു. പൊളിഞ്ഞിട്ടൊരു 6-7 മാസം കഴിഞ്ഞു. നമ്മൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകി. നാളിതുവരെ നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അത് യാതൊരു കാരണവശാലും ഇപ്പോൾ പുതുക്കി പണിയുന്നതിന് സർക്കാരിൽ ഫണ്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. ഈ പാലം ഇങ്ങനെ കിടന്നാൽ നിരവധിയായ വാഹനങ്ങൾ, അത് ബസ് അടക്കം നമ്മുടെ സരസ്വതി വിദ്യാനികേതനിലെ സ്കൂൾ ട്രിപ്പ് ബസ്സുകൾ നിരവധിയാണ് ഇതിലെ പോകുന്നത്. ആ വാഹനങ്ങൾ പോകുമ്പോൾ ഒരാൾക്ക് പോലും ഈ കനാൽ പാലത്തിൻ്റെ അടുത്തുകൂടി നടന്നു പോകുന്നതിനുള്ള വീതിയില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ പാലം പുനർനിർമ്മിക്കണം എന്നാണ് നമ്മുടെ ആവശ്യം.
റോഡിന് വീതി കൂട്ടുന്ന തരത്തിൽ കരിങ്കൽ ഭിത്തി പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, കൊടകര. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശത്തിന്റെ 2025 പൂരച്ചടങ്ങുകളുടെ ഉദ്ഘാടനവും ബ്രോഷർ പ്രകാശനവും ഉത്രാളിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ നടന്നു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗാനരചയിതാവ് RK ദാമോദരൻ, റിട്ടയർഡ് ജോയിന്റ് ചീഫ് കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവ്സ് ഡോക്ടർ R വേണുഗോപാലന് ആദ്യ കോപ്പി നൽകി ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് AK സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ V സുരേഷ് കുമാർ, ഡോക്ടർ PS മോഹൻദാസ്, P വേണുഗോപാൽ, വാസുദേവൻ കൈറാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നുകുളം കക്കാട് പള്ളിപ്പെരുന്നാളിനെത്തിയ യുവാക്കളെ ആക്രമിച്ച സംഭവത്തിൽ 3 പേരെ കുന്നുകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പോർക്കുളം സ്വദേശികളായ ആദർശ്, അഭിനവ്, അഭിജിത്ത് എന്നിവരെയാണ് കുന്നുകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. നവംബർ 9 തീയതിയായിരുന്നു സംഭവം. കാണിപ്പയ്യൂർ സ്വദേശികളായ സൌരവ്, അരുൺ, അക്ഷയ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇരുകൂട്ടരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ഇതേ തുടർന്ന് പ്രതികൾ ഇവരെ ഗുരുതരമായി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. കേസിൽ 2 പേരെ കൂടി പിടികൂടാനുണ്ട്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെയും അനുബന്ധ പ്രവൃത്തികളുടെയും ഉദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. MLA ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ചാണ് പൈതൃക മാതൃകയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ AM ജമീലാബി, കൌൺസിലർ SA ആസാദ്, പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗം തൃശൂർ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S ഹരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. K രാധാകൃഷ്ണൻ MPയുടെ ക്യാമ്പ് ഓഫീസ് ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷനായി. AC മൊയ്തീൻ MLA, നിയുക്ത MLA UR പ്രദീപ്, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV നഫീസ, CPM ചേലക്കര ഏരിയ സെക്രട്ടറി K നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കര സഹകരണ സംഘത്തിന്റെ സുഭിക്ഷ ഹോട്ടലിന് സമീപത്തുള്ള കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. പേനകം വിശ്വകലാ ക്ഷേത്രയുടെ 2ാമത് നാടകോത്സവത്തിന് ഒരുക്കങ്ങളായി. ഈ മാസം 22 മുതൽ 27 വരെ നടക്കുന്ന നാടകോത്സവത്തിൽ മലയാളത്തിലെ മികച്ച 6 നാടകങ്ങൾ അരങ്ങേറും. തിരക്കഥാകൃത്തും നടനുമായ വിനീത് വിശ്വം സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സംഘാടക സമിതി ഭാരവാഹികളായ ശ്രീനിവാസൻ പണിക്കശ്ശേരി, ഷൈൻ പനക്കൽ, ബാലു വെങ്കടങ്ങ്, സുനിൽകുമാർ അപ്പു, ദാസൻ പേനകം തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കാര്യാട്ടുകരയിൽ പ്രവർത്തിക്കുന്ന AMHAയിലെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ ചേർന്നൊരുക്കുന്ന അമ്മ അപ്പ എന്ന നാടകത്തോടെ നാടകോത്സവത്തിന് തുടക്കം കുറിക്കും. AKTA വടക്കാഞ്ചേരി ഏരിയ കടങ്ങോട് യൂണിറ്റ് സമ്മേളനം പാറപ്പുറം വായനശാലയിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗമായ PM പുഷ്പകുമാരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഷീജ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ഏരിയ പ്രസിഡന്റ് KT രാജൻ, സെക്രട്ടറി AR അരവിന്ദാക്ഷൻ, സെക്രട്ടറി സ്മിത വിശ്വനാഥൻ, ട്രഷറർ ഷീബ, നിഷ രാജൻ, സുബിത തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്തിൽ പൊതു ശ്മശാനം വേണമെന്നും തെരുവ് നായ്ക്കളുടെ ശല്യം കൂടി വരുന്നതിനാൽ നടപടിയെടുക്കണമെന്നും സമ്മേളനം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ഷീജ വേണുഗോപാൽ, സെക്രട്ടറി സ്മിത വിശ്വനാഥൻ, ട്രഷറർ സുബിത തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നടന്നുവരുന്ന 12ാമത് ദക്ഷിണാമൂർത്തി അന്താരാഷ്ട്ര സംഗീത നൃത്തോത്സവത്തിന്റെ 2ാം ദിവസം കലാമണ്ഡലം സ്വാതി സുനേഷ്, ഹൃതിക K നായർ എന്നിവരുടെ സംഗീത കച്ചേരി അരങ്ങേറി. S കൃഷ്ണേന്ദു, അരുണ M പ്രകാശ് എന്നിവരുടെ കുച്ചിപ്പുടിയും അപർണ M പ്രകാശിന്റെ ഭരതനാട്യവും നടന്നു. ലോക എയ്ഡ്സ് ദിനാചരണത്തോടനുബന്ധിച്ച് ഉല്ലൂർ സെന്റ് വിൻസെന്റ് ഡി പോൾ ആശുപത്രിയിലെ ജീവനക്കാരും നഴ്സിംഗ് വിദ്യാർത്ഥിനികളും ചേർന്ന് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി തെരുവ് നാടകം അവതരിപ്പിച്ചു. ബോധവൽക്കരണ പരിപാടി ഡെപ്യൂട്ടി മേയർ ML റോസി ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ സ്റ്റെഫി അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ്, PRO ജീസൻ ആന്റണി എന്നിവർ നേതൃത്വം നൽകി.
തിരുവല്ലാമല പടിഞ്ഞാട്ടുമുറി താലപ്പൊലി കമ്മിറ്റി TS സീതാരാമൻ എന്ന ദ്വരസ്വാമിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ സാഷ്ടാംഗം പുരസ്കാരം ഇടയ്ക്ക കലാകാരൻ തിരുവല്ലാമല ജയന് പ്രശസ്ത കലാനിരൂപകൻ ഡോക്ടർ NV വിജയകൃഷ്ണൻ സമ്മാനിച്ചു. 11,111 രൂപയും ഫലകവുമാണ് സമ്മാനിച്ചത്. കൊച്ചുപറക്കോട്ടുകാവ് ഭഗവതി ഓഡിറ്റോറിയത്തിൽ നടന്ന അവാർഡ് ദാന ചടങ്ങ് കലാനിരൂപകൻ ഡോക്ടർ NP വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പടിഞ്ഞാട്ടുമുറി ദേശം ചീഫ് കോർഡിനേറ്റർ ജയപ്രകാശ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഗോപകുമാർ കുറ്റിപ്പുറത്ത്, രാംകുമാർ പല്ലക്കാട്ട്, P ജയരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ജൈവ കർഷക സമിതി മറ്റത്തൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കിഴക്കേ കോടാലിയിൽ ജൈവ കർഷക ചന്ത ആരംഭിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. ജൈവ കർഷക സമിതി ജില്ലാ പ്രസിഡന്റ് TA ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. ജൈവ കർഷക സമിതി സംസ്ഥാന സെക്രട്ടറി B സതീഷ്, ജില്ലാ സെക്രട്ടറി MC നിഷ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PV വേലായുധൻ, TD ജയപാലൻ, യൂണിറ്റ് സെക്രട്ടറി BU ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു. കേരള മഹിളാ സംഘം കയ്പമംഗലം മണ്ഡലം ഏകദിന പഠന ക്യാമ്പ് മഹിളാ സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഷീല വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മഹിളാ സംഘം മണ്ഡലം പ്രസിഡന്റ് സുവർണ ജയശങ്കർ അധ്യക്ഷയായി. സെക്രട്ടറി ഗീതാ പ്രസാദ്, CPI മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, അഡ്വക്കേറ്റ് AD സുദർശനൻ, അനിത രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും നല്ല ബഹുജന സംഘടനയാണ്. വേണമെങ്കിൽ പടിയം മേഖലയിലെ മുതിർന്ന CPM നേതാവായിരുന്ന പള്ളിയിൽ ബാലന്റെ 19ാം ചരമവാർഷികം ആചരിച്ചു. അനുസ്മരണ ചടങ്ങ് CPM മണലൂർ ഏരിയ സെക്രട്ടറി CK വിജയൻ ഉദ്ഘാടനം ചെയ്തു. EG ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. TI ചാക്കോ, AV ശ്രീവത്സൻ, KV രാജേഷ്, VD അനിൽകുമാർ, മേനക മധു തുടങ്ങിയവർ സംസാരിച്ചു. ഒരുമിച്ച് പോണ പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പാവറട്ടി പഞ്ചായത്ത് 3ാം വാർഡിലെ റോഡുകൾ തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി. റോഡിലെ ടാറിംഗ് അടർന്നുപോയി. വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട അവസ്ഥയിലാണ്. ചില ഭാഗങ്ങൾ മെറ്റലുകൾ പരന്നുകിടക്കുകയാണ്. റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ ആഴം അറിയാതെ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. പലതവണ വൈസ് പ്രസിഡന്റ് കൂടിയായ വാർഡ് മെമ്പറോടും പഞ്ചായത്ത് അധികൃതരോടും പരാതിപ്പെട്ടുവെങ്കിലും ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് കോൺഗ്രസ് പാവറട്ടി മണ്ഡലം പ്രസിഡന്റ് ആന്റോ ലിജോ പറഞ്ഞു. ഈ റോഡിലേക്ക് കഴിഞ്ഞ 4 വർഷമായി ഫണ്ടുകൾ വയ്ക്കുന്നുണ്ട്. തൊഴിലുറപ്പിന്റെ ഫണ്ട് വെച്ചു, ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് വെച്ചു, MLAയുടെ ഫണ്ട് വെച്ചു. ഈ ഫണ്ടുകൾ വയ്ക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നതല്ലാതെ ഇതുവരെയായിട്ടും ഒരു പണി പോലും ഈ റോഡിൽ നടന്നിട്ടില്ല. ഇവിടുത്തെ നിരവധി സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വീണ് പരിക്ക് പറ്റുന്ന സ്ഥിരം കാഴ്ചയാണ്. ഇവിടെ റോഡ് എല്ലാം സൈഡെല്ലാം പൊളിഞ്ഞ് ഒരു വരമ്പ് പോലെ റോഡുള്ളൂ. ബാക്കിയെല്ലാം വെള്ളം കെട്ടി, ഈ വേനൽക്കാലത്ത് പോലും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ റോഡുള്ളത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 3ാം വാർഡിലെ വെള്ളം കെട്ടിനിൽക്കുന്ന കല്ലംതോട് റോഡിൽ വഞ്ചി ഇറക്കി നാട്ടുകാർ പ്രതിഷേധിച്ചു. കോൺഗ്രസ് പാവറട്ടി മണ്ഡലം പ്രസിഡന്റ് ആന്റോ ലിജോ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് KM ടോണി അധ്യക്ഷത വഹിച്ചു. AK ജോയ്, ഉണ്ണി പാവറട്ടി, ML ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. കുന്നുകുളം മലങ്കര ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന BJP മുൻ ജില്ലാ പ്രസിഡന്റ് E രഘുനന്ദനെ BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ സന്ദർശിച്ചു. പ്രവർത്തകരുമായി സൗഹൃദ സംഭാഷണം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. BJP പ്രവർത്തകരായ KK മുരളി, രജീഷ് ഐനൂർ, സുഭാഷ് ആദൂർ, ബിനു പ്രസാദ്, സോഫിയ ശ്രീജിത്ത് തുടങ്ങിയവർ K സുരേന്ദ്രനോടൊപ്പം ഉണ്ടായിരുന്നു. ഇനി സ്വർണ്ണവില പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,140 രൂപ, പവന് 57,120 രൂപ, വെള്ളി ഗ്രാമിന് 97 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,193 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. കേരള കലാമണ്ഡലത്തിലെ താൽക്കാലിക ജീവനക്കാരുടെ കൂട്ട പിരിച്ചുവിടലിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പിരിച്ചുവിടലിനെതിരെ സർക്കാരിനെ സമീപിക്കാനൊരുങ്ങി ജീവനക്കാരുടെ സംഘടനകൾ. വരന്തരപ്പള്ളി പൗണ്ടിൽ കീറിയ 50 രൂപ നോട്ട് മാറ്റി നൽകണമെന്ന് പറഞ്ഞ വൈരാഗ്യത്തിൽ ബേക്കറി അടിച്ചു തകർത്തു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു.
അളകപ്പനഗർ പഞ്ചായത്തിലെ കീനൂർ പാടശേഖരത്തിൽ കാട്ടുപന്നികളുടെ ശല്യം മൂലം കർഷകർ ദുരിതത്തിൽ. 45 ദിവസം പ്രായമായ നെൽച്ചെടികൾ കാട്ടുപന്നികൾ നശിപ്പിച്ചു. വിശ്വാസത്തിന്റെ ഉജ്ജ്വല പ്രഖ്യാപനവുമായി കൊടുങ്ങല്ലൂർ മാർത്തോമ തീർത്ഥാടന പദയാത്രയിൽ ആയിരങ്ങൾ അണിചേർന്നു. മാർത്തോമ സ്ത്രീയുടെ ഭാരത പ്രവേശനത്തിന്റെ വാർഷികത്തിന്റെയും യുവജന വർഷാചരണത്തിന്റെയും ഭാഗമായിട്ടായിരുന്നു പദയാത്ര. അന്തിക്കാട് മേഖലയിലെ കോൾ കർഷകർക്ക് വിതരണം ചെയ്യുവാനുള്ള വളം ആവശ്യത്തിന് സ്റ്റോക്ക് എത്തിയില്ലെന്ന ആക്ഷേപം. യഥാസമയം വളം ലഭിക്കാത്തതിനാൽ വലഞ്ഞ് കർഷകർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.